കാഞ്ഞിരപ്പള്ളി ബിഷപ്പിന്റെ ആ പ്രസ്താവനയോടുകൂടെ ഉം. കത്തോലിക്കയിലെ ബിഷപ്പ്മാരെല്ലാം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ നല്ലപോലെ ചീത്ത കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു. പുളിച്ചതെറിയാണ് ഓരോരുത്തർ അതിൻ്റെ അകത്തോടെ എഴുതി വിട്ടേക്കുന്നത് ഞാൻ കാണുന്നത്. കാരണം ഒരു ബിഷപ്പിന്റെ വില കളഞ്ഞ ഒരു പരിപാടിയായിപ്പോയി. പൊതുവെ കത്തോലിക്കയിലെ ബിഷപ്പ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയ അധികാരമാണ്. ജനം വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഒരു കത്തോലിക്ക ബിഷപ്പിനെ കാണുന്നത്. പക്ഷെ ഒരു കത്തോലിക്ക ബിഷപ്പ് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രമാത്രം ചീപ്പായി പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയായിപ്പോയി. ഇതെന്റെ ഭാഷ കേട്ടോ. ഇത്രമാത്രം ചീപ്പായി പോയി. കാരണം ഒരു ബിഷപ്പ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. മുഴുവൻ ആഗോള കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരുടെ വില കളഞ്ഞു ഈ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത്. 100%. കേരളത്തിലെ ക്രൈസ്തവരെ മുഴുവനായിട്ട് എടുത്താൽ അതിൽ ഏറ്റവും വലിയ വിഭാഗം സീറോ മലബാറാണ്, കാത്തലിക്സ് ആണ്. പെന്തുക്കോസുകാരൊക്കെ പലരും നമ്മുടെ എൻ്റെ സ്നേഹിതൻ അച്ചൻകുഞ്ഞിലന്തൂരോ സാംകുട്ടിയൊക്കെ പറയുന്ന പോലെ പെന്തുക്കോസുകാരൊന്നും ഇല്ലെന്ന് നമ്മളൊക്കെ ചുമ്മാതെ പറയാം. നമ്മളിപ്പോൾ കുമ്പനായിട്ട് 10,000-2,000 പേര് വന്ന് കയറുമ്പോഴത്തേക്ക് നമ്മൾ വലിയ സഭയാണോ, അല്ലെങ്കിൽ വീണ ജോർജോ അല്ലെങ്കിൽ മറ്റേ പത്തനംതിട്ട MP ആന്റണിയൊക്കെ വന്നിരിക്കുന്ന നമുക്കങ്ങ് തോന്നുകയാണ് പെന്തുക്കോസുകാരാണ് വലിയ സഭയാണോ ഒക്കെ. അവരൊന്നും ഒരു വോട്ട് ബാങ്ക് അല്ല. കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് കാത്തലിക്കാണ്, ക്രൈസ്തവരുടെ. അതിനുശേഷമുള്ള ഓർത്തഡോക്സും മാർത്തോമായും CSI ഒക്കെ. പെന്തുക്കോസുകാർ എല്ലാം കൂടെ കൂട്ടിയാലും അത്ര ഇല്ല. അതുകൊണ്ട് കാത്തലിക്സ് ബിഷപ്പിന് കേരളത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇലക്ഷൻ സമയത്ത് നികൃഷ്ട ജീവി എന്ന് വിളിച്ച വ്യക്തികൾ പോലും ഇവരുടെ അരമനകളിൽ പോകുന്നത്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറയും, എന്തിനാണ് ബിഷപ്പുമാരുടെ അരമനയിൽ പോകുന്നത്, ഇവന്മാർക്ക് വേറെ പണിയില്ല. സതീഷിനൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അരമനയിൽ പോകത്തില്ല. പക്ഷെ ഇലക്ഷൻ ഇവരെല്ലാം അവിടെ പോകും. കാര്യം അവരെ ബഹുമാനവും അവരുടെ ആദരവർക്കുണ്ടായിരുന്നു. അത് അവർ കീപ്പും ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വരുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതാവ് വന്നാലും വലതുപക്ഷത്തിൻ്റെ നേതാവ് വന്നാലും BJP അവരെ എല്ലാം ഒരേപോലെ സ്വീകരിക്കുകയും ഒരേപോലെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ആരെയും പണക്കാതെ നിൽക്കുകയായിരുന്നു ഇത്രയും നാളും ചെയ്തത്. എന്നാൽ ഇതിനെ ചൂഷണം ചെയ്യാണ്. പ്രത്യേകിച്ച് ഈ കുറച്ച് നാൾ കോൺഗ്രസ് ആയിരുന്നു നല്ലൊരു ശതമാനം കേരളത്തിലെ ക്രൈസ്തവരും പണ്ട് മുതൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് അനുകൂലികളാണ്. ഞാനും ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഞാൻ കോൺഗ്രസിന് വേണ്ടി ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട്. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. എന്നാൽ അല്ല ഞാൻ പറയുന്നേക്ക് ഇതും കൂടെ പറഞ്ഞ് നിർത്താം. ആ വില ഈ ഒരൊറ്റ പ്രസ്താവനയിലൂടെ ബിഷപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിച്ചതിലൂടെ ആ ബിഷപ്പുമാരുടെ വില നിലവാരം കളഞ്ഞു. ഇന്ന് ഇവിടെ PC ജോർജിനെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒത്തിരി പേരുണ്ട്. പക്ഷേ ഈ ഒരു പ്രസ്താവനയിലൂടെ നല്ലൊരു ശതമാനം ആൾക്കാരും ബിഷപ്പുമാർക്ക് എതിരായെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം.